G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ആലപ്പുഴയിൽ തുമ്പോളിയിലുള്ള ഒരു ദേവാലയമാണ് തുമ്പോളി സെന്റ് തോമസ് ചർച്ച് മരിയൻ തീർത്ഥാടന ദേവാലയം. കൂടാതെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ മരിയൻ തീർത്ഥാടന ദേവാലയവുമാണ്. സെന്റ് തോമസിന്റെ നാമത്തിലാണ് ഈ പള്ളി അറിയപ്പെടുന്നതെങ്കിലും തുമ്പോളിയെ പ്രസിദ്ധമാക്കിയത് ദൈവമാതാവായ അമലോത്ഭവ മാതാവിന്റെ പേരിലാണ്. ഈ പള്ളി തുമ്പോളിപ്പള്ളി എന്നും അറിയപ്പെടുന്നു. ഈ പള്ളി ആലപ്പുഴ രൂപതയുടെ കീഴിലാണുള്ളത്. ആലപ്പുഴ രൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പള്ളിയാണ് ഇത്. 6-ാം നൂറ്റാണ്ടിൽ ഏതാനും ക്രിസ്ത്യാനികൾ തുമ്പോളിയിലേക്ക് കുടിയേറുകയും അവിടെ തോമാപ്പള്ളി എന്ന പേരിൽ ഒരു ചെറിയ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ തുമ്പോളിയുടെ ക്രിസ്ത്യൻ പാരമ്പര്യം ആരംഭിച്ചു. ഇൻഡോ പോർച്ചുഗീസ് ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ് തുമ്പോളിപ്പള്ളി. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലാണ് തുമ്പോളിപ്പള്ളി. തുമ്പോളിപ്പള്ളിയുടെ ചരിത്രം AD 6-ാം നൂറ്റാണ്ട് മുതൽ ഏതാനും ക്രിസ്ത്യാനികൾ തുമ്പോളിയിൽ താമസിക്കുകയും അങ്ങനെ ക്രിസ്ത്യൻ പാരമ്പര്യം ആരംഭിക്കുകയും ചെയ്തു. തോമാപ്പള്ളി എന്ന പേരിൽ ഒരു ചെറിയ പള്ളി ഇവിടെ സ്ഥാപിച്ചു. AD 820-ൽ സിറിയയിലെ ബിഷപ്പുമാരായ മാർ സപ്പോർ, മാർ പ്രോത്ത് എന്നിവർ മണക്കോടത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രാമധ്യേ തുമ്പോളി സന്ദർശിച്ചു. അവിടെ കുരിശ് സ്ഥാപിച്ചു. പിന്നീട് ഈ കുരിശ് മുത്തപ്പൻ കുരിശ് എന്നറിയപ്പെട്ടു. AD 1600-കളിൽ കല്ലും മരവും കൊണ്ട് സ്ഥാപിച്ചതാണ് തുമ്പോളിപ്പള്ളി. തുടക്കത്തിൽ ഇതൊരു ചെറിയ പള്ളിയായിരുന്നു. AD 1550, 1600 കാലഘട്ടത്തിൽ പാരീസിൽ നിന്ന് അറബിക്കടലിലൂടെ യാത്ര ചെയ്ത ഒരു കപ്പൽ കാറ്റും മഴയും ഇടിയും മൂലം കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും തുമ്പോളിപ്പള്ളിയിൽ പ്രതിഷ്ഠിക്കാൻ കന്യകാമറിയത്തിന്റെ അത്ഭുത പ്രതിമ ക്യാപ്റ്റൻ കൈമാറുകയും ചെയ്തു. AD 1585 തുമ്പോളിപ്പള്ളിയിൽ കോൺഫ്രാറ്റേണിറ്റി കൾച്ചർ സ്ഥാപിക്കപ്പെട്ടു. 1700-കളിൽ കേരളത്തിൽ 23 പള്ളികൾ സ്ഥാപിച്ച പോർച്ചുഗീസുകാരാണ് ഇപ്പോഴത്തെ പള്ളി പണിതത്. ഇത് ഇത്തരത്തിലുള്ള ആദ്യത്തെ പള്ളിയായി അറിയപ്പെടുന്നു. 1600-നും 1700-നും ഇടയിൽ തുമ്പോളിയിൽ ഒരു ചെറിയ പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടങ്ങൾക്കിടയിൽ തുമ്പോളിയിൽ ഒരു വലിയ പള്ളി പണിയാനുള്ള ശ്രമങ്ങൾ നടന്നു. എന്നാൽ ഇവരെല്ലാം യുദ്ധത്തിലും മറ്റും ആക്രമിക്കപ്പെട്ടു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഇപ്പോഴുള്ള പോലെ വലിയ പള്ളി പണിയാൻ സാധിച്ചില്ല. എന്നാൽ 1600-ൽ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും ചില കാരണങ്ങളാൽ അത് താൽക്കാലികമായി നിർത്തുകയും പിന്നീട് 1664-ൽ പള്ളിയുടെ പുനർനിർമ്മാണം ആരംഭിക്കുകയും അതിനുശേഷം 1700-ൽ നിർമ്മാണം വേഗത്തിലാക്കുകയും 1730-ൽ ഇന്നത്തെ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. തനിമയും പൈതൃകവും നഷ്ടപ്പെടാത്ത വിധത്തിൽ 2009-ലാണ് പള്ളി നവീകരിച്ചത്. അക്കാലത്ത് ഇന്ത്യയിൽ ആദ്യമായി ദൈവമാതാവിന്റെ പ്രതിമയും ആചാരാനുഷ്ഠാനങ്ങളും സ്ഥാപിച്ച പള്ളിയാണ് തുമ്പോളിപ്പള്ളി. ഈ തുമ്പോളി മഠം മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്, കപ്പലോട്ടക്കാരി അമ്മ അല്ലെങ്കിൽ നാവികരുടെ അമ്മ. AD 1550, 1600 കാലഘട്ടത്തിൽ കപ്പലിൽ വന്ന അമ്മ. തുമ്പോളിപ്പള്ളിയിലെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷന്റെ കോൺഫ്രാറ്റേണിറ്റി വിരുന്ന് വളരെ ചരിത്രപരവും പ്രസിദ്ധവുമായ ഉത്സവമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.